കേരള രാഷ്ട്രീയത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയ വിഷയമായിരുന്നു ADM നവീൻ ബാബുവിന്റെ മരണം. അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും പാർട്ടിയിൽ വളരെയധികം ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയെന്ന് മുദ്രകുത്തി PP ദിവ്യയെ അഴിക്കുള്ളിലാക്കിയതും വലിയ രീതിയിൽ തന്നെ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന രീതിയിലും സംസ്ഥാന നേതൃത്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തും വിധമായിരുന്നുവെന്ന ജില്ലാ സമ്മേളനത്തിൽ വ്യാപകമായ വിമർശനമുയർന്നിരിക്കുകയാണ്. പാർട്ടിയുടെ നെടുംതൂണായ PP ദിവ്യക്കെതിരെ ഒറ്റതിരിഞ്ഞ ആക്രമണം ചില ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത് സംസ്ഥാന നേതൃത്വത്തെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലുമാക്കി. അതേസമയം ADMന്റെ കുടുംബത്തോടൊപ്പമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിനെ ചിലർ അനുകൂലിക്കുന്നുണ്ട്. ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനവും ഉണ്ടായിരിക്കുകയാണ്. ചർച്ചയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. പാർട്ടിയെ നയിക്കേണ്ടവർ ക്രിമിനലുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് പരിശോധിക്കേണ്ടി വരുമെന്ന് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധത്തെ പരോക്ഷമായി സൂചിപ്പിച്ച് വിമർശനമുണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിലെ CPM കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് അകലുന്നെന്നും വിഭാഗീയ പ്രവർത്തനം ഇനി അനുവദിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചിരുന്നു. ജില്ലാ കമ്മിറ്റിക്കെതിരെ പേര് വയ്ക്കാതെ പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുന്നുമുണ്ട്. ജീവഭയം കൊണ്ട് പേരുകൾ വെക്കുന്നില്ലെന്നും കത്തുകളിലുണ്ടായിരുന്നു. ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാകില്ല. തിരുവല്ലയിൽ പാർട്ടി അംഗം പീഡനക്കേസിൽ ഉൾപ്പെട്ട സംഭവത്തിൽ കുറ്റാരോപിതനെ സംരക്ഷിക്കാൻ പാർട്ടി കൺട്രോൾ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കും വിധമാണ് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് വന്നതെന്ന കാര്യവും MV ഗോവിന്ദൻ പരാമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ഹർജി തീർപ്പാക്കി. കണ്ണൂർ ടൗൺ SHOയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഈ തീരുമാനം. ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കുടുംബം ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിലവിൽ ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ADMനെതിരായ അഴിമതി ആരോപണത്തിൽ TV പ്രശാന്തിന്റെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ഹർജിയിൽ വിധി ശനിയാഴ്ചയാണ്. കണ്ണൂർ 1ാം മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. കേസിലെ പ്രതികളായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ TV പ്രശാന്തൻ, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ തുടങ്ങിയവരുടെ ഫോൺ രേഖകളും ടവർ ലൊക്കേഷനുകളും CCTV ദൃശ്യങ്ങളും അടക്കമുള്ള തെളിവുകൾ സൂക്ഷിക്കണമെന്ന ഹർജിയിലാണ് വിധിയുണ്ടാവുക.